ഇത് കണ്ട് സെമിനാരി വിദ്യാർത്ഥികളെല്ലാം നിലവിളിച്ചുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നിന്റെ കണ്ണിൻ്റെ നിറമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ വായിച്ച ഒരു കഥയുടെ പേരാണ് ആഞ്ഞൂസ് ദെയ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പുസ്തകം എഴുതിയത് ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് എന്ന സ്ഥലത്തുള്ള ഒരു സഹോദരനാണ്, സെബാസ്റ്റ്യൻ പള്ളിത്തോട്. വളരെ അറിയപ്പെടുന്ന വലിയൊരു എഴുത്തുകാരനാണ്. ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് എന്ന സ്ഥലത്തുള്ള ആളാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോട്. നമുക്കൊക്കെ പരിചയമുള്ള വലിയൊരു എഴുത്തുകാരനാണ്. അപ്പോൾ ആഞ്ഞൂസ് ദെയ് അദ്ദേഹം എഴുതിയത് ഇത് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. പണ്ട് സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഷമാശന്മാർ 24 മണിക്കൂറും ലോഹയിടണം. കിടക്കുമ്പോൾ പോലും ലോഹയിട്ട് വേണം കിടക്കാൻ. അത്തരത്തിലായിരുന്നു അന്ന് നിയമം. അതായത് കാപ്പി കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, അങ്ങനെ ഏതു നേരവും ലോഹയിട്ട് നടക്കണം. ആ ഒരു കാലഘട്ടത്തിൽ ഈ കഥയിൽ പറയുന്നതാണ്. ചെമ്മാച്ചന്മാർ പറഞ്ഞ പുതിയ ഒരു ജനറേഷനാണ്. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്, 24 മണിക്കൂർ ലോഹയിടണം എന്തിനാണ്? പുറത്തു പോകുമ്പോൾ ഇട്ടാൽ പോരെ, പള്ളിയിൽ പോകുമ്പോൾ ഇട്ടാൽ പോരെ, ഈ കളിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് എപ്പോഴും ഈ ലോഹയിടുന്നത്? അങ്ങനെ ഈ യുവാക്കന്മാർ അവരൊരു തീരുമാനമെടുത്ത് നമുക്ക് ഈ നിയമം കൂട്ടത്തോടെ ലംഘിക്കണം. കൂട്ടത്തോടെ ലംഘിച്ചാൽ ആർക്കെതിരെയും നടപടി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അവർ കൂട്ടത്തോടെ ഇതങ്ങോട്ട് ലംഘിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം 4 മണിക്ക് കാപ്പി കുടിക്കാനായിട്ട് പോയപ്പോൾ അവർ ലോഹ ധരിച്ചില്ല, പകരം കൈലി മുണ്ടൊക്കെ ധരിച്ച് അവർ കാപ്പി കുടിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു നിയമത്തെ ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ ആരും ഒന്നും പറയുന്നില്ല, എല്ലാവരും ചിരിക്കുകയും എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഫോർമേറ്റേഴ്സ്, അധ്യാപകരായ അച്ഛന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. എന്നാൽ കാപ്പി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സെമിനാരി വിദ്യാർത്ഥികളെല്ലാം ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇപ്പോൾ ദൈവദാസനായ അന്നത്തെ റെക്ടർ ഔറേലി അച്ഛൻ ആ ഗാർഡനിൽ മുട്ടുകുത്തി നിന്ന് 2 കൈകളും വിരിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ നടത്തിയ നിയമലംഘനത്തിനെതിരെ, ഒരു പക്ഷേ നിസാരമെന്ന് കരുതി തള്ളിക്കളയാവുന്ന ഒരു നിയമലംഘനമാണ്, ആ ഒരു നിയമം ലംഘിക്കപ്പെട്ടതിനെ ഓർത്ത് പുറത്ത് ഗ്രൗണ്ടിൽ മുട്ടുകുത്തി നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനോട് നിലവിളിച്ച് മാപ്പ് പറയണ ഔറേലിയസ് അച്ഛനെയാണ് അവർ കാണുന്നത്. ഇത് കണ്ട് സെമിനാരി വിദ്യാർത്ഥികളെല്ലാം നിലവിളിച്ചുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് തങ്ങളുടെ തെറ്റിനാണല്ലോ തങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടർ അച്ഛൻ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നതെന്ന് കണ്ട് അവരെല്ലാവരും അച്ഛനോടൊപ്പം മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ ആ കുഞ്ഞ് നിയമലംഘനത്തിന് അവരെല്ലാവരും മാപ്പ് ചോദിച്ചു. എഴുത്തുകാരൻ അവിടെ എഴുതിയ, അപ്പോൾ ആ സെമിനാരി ഗ്രൗണ്ടിൽ, ആ തോട്ടത്തിൽ സ്വർഗം തുറക്കപ്പെട്ട അഭിഷേകമായിരുന്നു. അനുരഞ്ജനത്തിൻ്റെ, തെറ്റുതിരുത്തലിൻ്റെ, ദൈവിക അനുഭവത്തിൻ്റെ അഭിഷേകം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. ആഞ്ഞൂസ് ദെയ് എന്ന പുസ്തകത്തിൽ ആ വൈദിക പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ വലിയ സാക്ഷ്യമായി തീർന്ന വലിയ ഒരു ഇടയനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മുഖമായി മാറിയ ഔറേലി അച്ഛനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, അധ്യാപകരെ, സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ മുൻപിൽ നല്ല ഇടയനാകാനുള്ള വിളി, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ മുഖമാകാനുള്ള വിളി, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാണല്ലോ നാം.
എവിടെയാണ് ദൈവത്തിൻ്റെ മുഖം ഇരിക്കുന്നത്? ആരുടെ കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഒരു കത്തീഡ്രൽ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വികാരിച്ചൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 3.5 വയസ്സുള്ള കുഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന്. അവളുടെ കണ്ണുകൾ പൂച്ചക്കണ്ണുകളാണ്. അങ്ങനെയല്ല, ചില കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പൂച്ചക്കണ്ണുകളാണ്, നല്ല ഭംഗിയുള്ള കണ്ണുകളാണത്. അപ്പോൾ ഈ പൂച്ചക്കണ്ണുള്ള കുഞ്ഞ് വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയാണ്? ഒരല്പനേരം അച്ഛൻ നിശബ്ദനായി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, കുഞ്ഞേ, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നിന്റെ കണ്ണിൻ്റെ നിറമാണ് ദൈവത്തിൻ്റെ കണ്ണുകൾക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ കണ്ണുകളെ പോലെയാണ്. ഉടനെ കുഞ്ഞ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തുള്ളിച്ചാടിക്കൊണ്ട് ചെന്ന് പറഞ്ഞു, അമ്മേ, അച്ഛാ, ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് പോലെയാണ്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം എൻ്റെ കണ്ണിൻ്റെ നിറമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ ലോകത്തിന് ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം. നമ്മുടെ മുഖം കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ, നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകൾ കാണാനും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നമ്മുടെ കണ്ണുകളിൽ കാണാനും മറ്റുള്ളവർക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത്തരത്തിലുള്ള ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുന്ന ദൈവീകരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരെ ദൈവം വിളിച്ചത് നല്ല ഇടയന്മാരാകാൻ വേണ്ടിയാണ്, നേതൃത്വം കൊടുക്കാനാണ്, അഭിഷേകം കൊടുക്കുന്നവരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം. ഓരോ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയാണ്, ഓരോ കരിസ്മാറ്റിക്കുകാരനും ലഭിച്ചിരിക്കുന്ന വിളിയാണ് മറ്റുള്ളവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. ആ ഇടയന്മാര് ദൈവത്തിൻ്റെ മുഖമാകേണ്ടവര്, ദൈവത്തിൻ്റെ കണ്ണാകേണ്ടവര്, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറമുള്ളവരാകേണ്ടവർ എന്താ ചെയ്തത്? അവർ കൊഴുത്തതിനെ കൊല്ലുകയും മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്തു. കാരണം ആടുകളെ കൊന്നാലാണ് ആ ഇടയന്മാർക്ക് അവരുടെ ആ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖമാകേണ്ടവര്, ദൈവജനത്തെ നയിക്കേണ്ടവര്, ലോകത്തിന് മാതൃകയാകേണ്ടവരുടെ ജീവിതത്തിൽ വന്ന ദുരന്തത്തെക്കുറിച്ചാണ് എസെക്കിയേൽ പറയുന്നത്. അവർ കൊഴുത്തതിനെ കൊല്ലുന്നു, മേധസ് ഭക്ഷിക്കുന്നു, രോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നു. തീർന്നില്ല, ദുർബലമായതിനെ ശക്തിപ്പെടുത്തുന്നില്ല. ദുർബലരായവരെ സഹായിക്കാൻ, ബലപ്പെടുത്താനുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്നത്. വീട്ടിലെ ബൈബിളുള്ള, വചനമുള്ള ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലരെ സഹായിക്കാനാണ്. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? ദുർബലരെ വീണ്ടും നാം ചൂഷണം ചെയ്യുന്നു, ബലഹീനരെ നാം ചൂഷണം ചെയ്യുന്നു. നമ്മുടെ സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി എങ്ങനെയെല്ലാം മറ്റുള്ളവരെ തകർക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് നാം അധപ്പതിച്ചു. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരുന്നില്ല, വഴിതെറ്റിയതിന് നേരായ വഴിക്ക് കൊണ്ടുവരേണ്ടവനാണ്, നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കള്, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികര്, സന്യസ്തര്, മുതിർന്നവര്, മാമോദീസ സ്വീകരിച്ചവര്. പക്ഷെ എസെക്കിയേൽ പ്രവാചകൻ പറയാണ്, എന്ത് പറ്റി ഇടയന്മാർക്ക്, ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് എന്ത് പറ്റി? അവര് വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല. നമ്മൾ ആ ഔറേലിയച്ചൻ, ആ റെക്ടർ അച്ഛൻ്റെ കഥ നാം കേട്ടു. വഴിതെറ്റിയതിനെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവന്നത്, നേർവഴി കാണിച്ചു കൊടുത്തത്? ത്യാഗത്തിന്റെ, സഹനത്തിന്റെ വഴികൾ ഏറ്റെടുത്തുകൊണ്ട് ആ അച്ഛൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ മുൻപില് ദൈവപുരുഷനായിട്ട് മാറിയില്ലേ, ദൈവത്തിന്റെ ഇടയനായിട്ട് മാറിയില്ലേ?
അതേപോലുള്ള വിളിയാണ് മക്കളെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, യേശുവേ നന്ദി. വീണ്ടും തീർന്നില്ല. എസെക്കിയേൽ പ്രവാചകൻ 34:1-10 വരെയുള്ള വചനത്തിൽ വായിക്കാണ്, കഠിനമായും ക്രൂരമായുമാണ് തൻ്റെ കീഴിലുള്ളവരോട് ആ ഇടയന്മാര് പെരുമാറിയത്. നഷ്ടപ്പെട്ടു പോയതിനെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആയതിനാൽ ദൈവം തന്നെ ഇടയനായി വരുമെന്ന് എസെക്കിയേൽ പ്രവചിക്കുക. അതിനാൽ ദൈവം തന്നെ ഇടപെടുകയാണ്. വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച്, ബലഹീനരെ അന്വേഷിച്ച്, ബലമില്ലാത്തവരെ അന്വേഷിച്ച് ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. എസെക്കിയേൽ 34:11 നാം വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇങ്ങനെ വിഷമിക്കുന്നവരെ, രോഗികളെ, ബന്ധനസ്ഥരെ, തടവറയിൽപ്പെട്ടവരെ, ദരിദ്രരെ, ഭക്ഷണമില്ലാത്തവരെ, ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവരെ, മാറാ രോഗികളെ, ക്യാൻസർ രോഗികളെ, വചനം പറയുകയാണ്, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു അഭിഷേകം നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 1-18 നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. നാം വീണ്ടെടുക്കപ്പെട്ടത്, വഴിതെറ്റിപ്പോയവര് വീണ്ടെടുക്കപ്പെട്ടത്, പാപികള് മനസ്താന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് വന്നത്, രോഗികൾ സൗഖ്യം പ്രാപിച്ചത്, ബന്ധനസ്ഥര് മോചിക്കപ്പെട്ടത് കർത്താവിൻ്റെ രക്തം കൊണ്ടാണെന്ന് 1 പത്രോസ് 1-18 പഠിപ്പിക്കുന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. അതാണ് യോഹന്നാൻ നമ്മെ പരിചയപ്പെടുത്തിയത്. ഏക്കോലോ അഞ്ഞല്ലോ ദിയൊക്കെ തോലി പെക്കാത്തി ദൽ മോന്തോ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, ആ കർത്താവിൻ്റെ തിരുരക്തത്താൽ, ആ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ, ആ കുഞ്ഞാടിൻ്റെ തിരുശരീരത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുറിവുകളും വേദനകളും വെച്ച് കെട്ടുന്ന ഇടയനും കുഞ്ഞാടുമാണ് കർത്താവ്. ബലി അർപ്പകനും ബലി മൃഗവുമാണ് കർത്താവ്. അതാണ് മെൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരമെന്ന ബലി നാം എല്ലാ ദിവസവും അർപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ശക്തി. ആ ബലിയാണ് പ്രിയപ്പെട്ടവരെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ആ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യം നൽകട്ടെ, ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.